ഞാൻ പറയാം, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ എവിടെ പോയിന്ന് എനിക്കറിയില്ല. ഹലോ, ഡിജിറ്റലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പൂർണിമ ശ്രീനാഥ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പിന്നെ നാച്ചുറലായിട്ടുള്ള ഒരു ഫേഷ്യലും കൂടെ കാണിക്കാനാണ് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് മമാഎർത്തിൻ്റെ അഴകൻ ഹെയർ മാസ്ക് ആണ്. അഴകൻ അവക്കാഡോ ഓയിൽ ആൻഡ് മിൽക്ക് പ്രോട്ടീൻ ആണ് അടങ്ങിയിരിക്കുന്നതിൽ. ഇതിന് യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്പയർ ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർ, സ്യൂട്ടബിൾ ഫോർ ട്രീറ്റഡ് ഹെയർ, കേർലി എയർ ആൻഡ് ഫ്രണ്ട്ലി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവർ പറയുന്നത്. ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരില്ലേ, എന്തൊക്കെ ചെയ്തിട്ടും ഹെയർ ഒന്ന് സ്മൂത്ത് ആകാത്ത ആൾക്കാരില്ലേ, അവർക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ഫേഷ്യലിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വഴിയേ വരുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ആദ്യം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഹിമാലയയുടെ ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഹെയറിന് ആവശ്യമുള്ളത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഫേസിലോട്ട് കിടക്കാം. അപ്പം ആദ്യം ഞാൻ മുടി ഒന്ന് ചെറുതായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട്. അതായത് നമ്മുടെ ക്രീം നന്നായിട്ട് നമ്മുടെ തലയിലൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തല ആദ്യം നനച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടായിട്ട് ഹെയർ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വകുപ്പിൽ ഓരോന്നായിട്ട് നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഹെയർ മാസ്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം ചെറിയൊരു മസാജ് കൂടി തലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് വളരെയധികം നല്ലതാണ്. അതും വളരെ ഹാർഷായിട്ട് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക. വാഷബിൾ ആയിട്ടുള്ളൊരു ബാത്ത് കവറാണ് ഞാൻ തലയിൽ യൂസ് ചെയ്യുന്നത്. തലയിൽ ഞാനിങ്ങനെ ബാത്ത് കവർ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ ഫേസിലും കൂടി നാച്ചുറലായിട്ടൊരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലമുടി ഒന്ന് കവർ ചെയ്യുന്നത്. കാരണം ആ മാസ്കിൻ്റെ ഒരു കാര്യങ്ങളും ഹെയറിൽ ആവശ്യമുള്ള കാര്യം 20 to 25 മിനിറ്റ്സ് വരെയാണ് അത് നമുക്ക് തലയിൽ വെക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ 20 to 25 മിനിറ്റ്സിനകത്ത് നമ്മുടെ ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി റെഡിയാവും. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ചാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫേഷ്യലിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് വാഷ് ഇട്ട്. ഇനി നമുക്കൊന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ പാലാണ് എടുക്കുന്നത്, പച്ചപ്പാൽ കേട്ടോ. അത് ഒരു കോട്ടണിൽ മുക്കിയിട്ട് ഫേസ് മൊത്തം വൈപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം ബാക്കി കാര്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിൽ ഞാൻ എടുത്തിരിക്കുന്ന കോഫി പൗഡറും ഷുഗറും ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിശദീകരിച്ച് കൂടുതൽ കാര്യങ്ങൾ അളവുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, കാരണം മുൻപത്തെ പല വീഡിയോകളിലും ഞാൻ സ്ക്രബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പം കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ അതിലോട്ട് ഞാൻ ശകലം പാല് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ ഇച്ചിരി ഒരു ഡ്രൈ ഒരു നോർമൽ സ്കിൻ ടൈപ്പാണ്, അതുകൊണ്ട് എനിക്ക് പാല് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പാല് അവോയ്ഡ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഭയങ്കര ഹാർഷായിട്ട് നമ്മുടെ സ്കിന്നിൽ സ്ക്രബ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ജെന്റ്ലി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് കേട് വരുത്തുന്നതാണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കറുത്ത പാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ അവിടെയൊക്കെ ഒരു സർക്കുലർ മോഷനിൽ ഒരു മസാജും കൂടി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഫേസിന് അടിപൊളിയായിട്ട് ഗ്ലോയി ആയിട്ട് ഫേസ് നിൽക്കുന്നതാണ്. ജസ്റ്റ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി റിസൾട്ട് എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും, ജസ്റ്റ് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ. കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല.
വെള്ളമൊന്ന് തുടച്ച് കളയുന്നുണ്ട്. അതും ഹാർഷായിട്ട് നമ്മുടെ ക്ലോത്ത് ഫേസിൽ പിടിക്കരുത്, തുടയ്ക്കാനായിട്ട് അത് ശ്രദ്ധിക്കുക. പതുക്കെ വെള്ളം ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ ഫേഷ്യൽ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. കൊക്കോ പൗഡർ വന്നിട്ട് ഏതെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഗുഡ് ക്വാളിറ്റി ഉള്ള കമ്പനി വാങ്ങിക്കാൻ ശ്രമിക്കുക. അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ്. കടലമാവ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് യൂസ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ബ്രൂ കോഫിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഹണിയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോസ് വാട്ടർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം നല്ല പോലെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. കവളിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് ഉണങ്ങാനുള്ളത്. അപ്പോൾ എനിക്കധികം സമയമില്ലാത്തതുകൊണ്ടും ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ അത് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് വെല്ലയുടെ എലമെൻറ്റ്സ് പ്രൊഫഷണൽ ഷാമ്പു ആണിത്. ഇതൊരു അടിപൊളി ഷാമ്പു ആണ് കേട്ടോ, മൈൽഡ് ഷാമ്പു ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നമ്മുടെ മൂക്കിലുള്ളത് പോകുമ്പോഴാണ് ഫേസ് ഇതാ മൂക്കിങ്ങനെ ഒരു തിളക്കം മൂക്കിന് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു തിളക്കം ഫേസിന് കിട്ടിയിട്ടുണ്ട്. ഇവിടേക്ക് ആയാലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോയിരിക്കുകയാണ്. ഇവിടെ എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. ഫേസ് മൊത്തത്തിൽ കഴുത്തിലായാലും ഞാൻ പറഞ്ഞല്ലോ, മുമ്പൊരു വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ കഴുത്തിൽ ഇത്രയും കാണുന്ന പോർഷനിലെ കറുപ്പെന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് പോകില്ല. അതിൻ്റെ ഡാർക്ക്നെസ് നമുക്ക് പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നോർമലി അത് കുറഞ്ഞോളൂ എന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ. അപ്പോൾ അത് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ഇതുവരെ ഞാൻ എത്തിച്ചു. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഹോം റെമഡീസ് ചെയ്താണ് ഞാൻ ഇതുവരെ എത്തിച്ചത്. ഇനിയും കുറച്ചുകൂടി കുറയാനുണ്ട്, അത് കുറയും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഫേസിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് അതായത് കൊക്കോ പൗഡർ ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഫേസിൻ്റെ കാര്യം എനിക്കൊരു അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവാണ്, കാരണം എൻ്റെ ഫേസ് ആദ്യം എങ്ങനെയാണോ ഇരുന്നത് അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫേസ് കൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ഒരു നോർമൽ ക്യാമറയിലാണ് ചെയ്യുന്നത്, ഒരു എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ കണ്ടല്ലോ, മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം, വെറ്റ് ഹെയർ ആയിട്ട് ഇരിക്കുകയാണ്, അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം എന്നാലേ ഡ്രൈ ആകുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ വരാം. ഓക്കെ, വീഡിയോ ആദ്യം കണ്ടില്ലേ എൻ്റെ ഹെയർ എങ്ങനെയാണ് ഇരുന്നതെന്ന്? അപ്പോൾ അതിൽ നിന്നും നല്ലൊരു വ്യത്യാസം എൻ്റെ ഹെയറിന് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ലൈവ് റിസൾട്ടാണ്. ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലും ബാക്കിലും മുടി മൊത്തത്തിലൊന്നും ഡ്രൈ ആയിട്ടില്ല. ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ് ഹെയർ. നമ്മൾ ഈ ഹെയർ സ്മൂത്താണ് ചെയ്തിട്ടില്ലേ, ആ സമയത്ത് കിട്ടുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ആണ് ഹെയറിന് കിട്ടിയിരിക്കുന്നത്. മണം ഹെയറിനുണ്ട്. അതായത് നമ്മുടെ ഈ പച്ചക്കർപ്പൂരം ഇല്ലേ, നമ്മൾ ഈ ആയുർവേദ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പച്ചക്കർപ്പൂരം, അതിൻ്റെ ഒരു മണമാണ് എടുത്ത് നിൽക്കുന്നത്. നല്ലൊരു മണമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു മണമല്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണെന്ന്. അപ്പം അതുപോലെ തന്നെ ഹെയറിന് നല്ലൊരു സോഫ്റ്റ്നെസ്, വീണ്ടും ഞാൻ പറയുകയാണ്, നല്ലൊരു സോഫ്റ്റ്നെസ് ആണ്. അതുപോലെ മുടി കഴുകുന്ന സമയത്തിലെ അപ്പോഴും ഞാൻ ആദ്യം ഒന്ന് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഷാമ്പു ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് തന്നെ ഹെയർ ഇങ്ങനെ ഒരു വെൽവെറ്റ് തുണിയിൽ പിടിക്കില്ലേ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് തുണി,
ആ തുണിയിൽ പിടിക്കുന്ന പോലെ അത്രയ്ക്കും സോഫ്റ്റ്, അതിനെക്കാട്ടിലും സോഫ്റ്റ് ആയിരുന്നു ഹെയർ. എനിക്കിത് യൂസ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഹെയറിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിങ്ങൾ കണ്ടൊക്കെ ചെറിയൊരു കേൾനെസ് ഉണ്ടല്ലേ, അത് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ആണ് യൂസ് ചെയ്യാനുള്ളത്. ഷാമ്പു യൂസ് ചെയ്യാണ്ട് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓയിലി ആയിട്ട് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഒരു ഓയിലി ഫീലിംഗ് ഹെയറിനുണ്ടാവില്ല. അപ്പോൾ ഓക്കെ, അപ്പം എനിക്ക് നല്ലൊരു റിസൾട്ട്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഫ്രിസി ഹെയറൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം ഒരു സാഷൽ പാക്കാണ്. ഇതൊരു ടിന്നിലാണ് കാണുക. ഞാൻ പിക്ചർ സൈഡിലിട്ടേക്കാം. സാഷൽ പാക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ സ്പിറ്റിൻ്റെ ആപ്പിൽ നിന്ന് രണ്ടാമത് ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ട്രയൽ പോയിന്റിൽ കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ ഫേഷ്യലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അമേസിങ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതും നിങ്ങൾ ലൈവായിട്ട് കണ്ടതല്ലേ. ഞാൻ നമുക്കൊക്കെ നല്ല ഷൈനി ആയിട്ട് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് പെട്ട ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ലാക്മേയുടേതാണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇത് നോർമലി നമുക്ക് ഡെയിലി യൂസിന് നമുക്ക് സൂപ്പറാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല, മോയ്സ്ചറൈസർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കറുത്ത പാടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ കാണില്ലായിരുന്നു. ഓക്കെ, കണ്ണെഴുതിയിട്ടുണ്ട്. അത് വന്നിട്ട് ഫേസ് ഓഫ് കാനഡയുടെ ഐ സ്റ്റിക്കാണ്, കാഞ്ചലാണ്. പിന്നെ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്. പുരികം ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് NYBയുടെ സ്റ്റിക്ക് വെച്ചിട്ടാണ്. പിന്നെ വന്നിട്ട് ലിപ്പിൽ വന്നിട്ട് ഇതാ L18ൻ്റെ ക്രയോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 06 ഷോക്കിംഗ് പിങ്ക് എന്നാണ്. ഇതൊരു അടിപൊളി സൂപ്പറായിട്ടുള്ള കളറാണ്, അടിപൊളി ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി യൂസിന് ഇതൊന്നിപ്പോൾ ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കാരണം ഇത് ജസ്റ്റ് ഒരു കോട്ടിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 2 കോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഡാർക്ക്നെസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് മാറ്റാണ് കേട്ടോ. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, എന്നാലും ഓക്കെ ആ ടൈപ്പാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 സംതിങ് എന്തോ ആണ്, ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ മേക്കപ്പും കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇയറിങ് ഇട്ടിട്ടുണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ്. പിന്നെ ഈ ഡ്രസ്സ് വന്നിട്ട് കുർത്തി വന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു കുർത്തിയാണിത്. പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ ഫേസിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ മേക്കപ്പ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. കൂടാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത കിഡിലും വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.